പഠനത്തിന് വയസ്സൊരു തടസ്സമേ അല്ല. കൂടുതൽ പേരും കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയി പഠിച്ചവരാണ്. വേറെ ചിലർ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണ്. ആൻഡ് ഒരാൾ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആണെങ്കിൽ അവരവരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എല്ലാം പഠിച്ചു വന്നാണെന്ന് പറയും. പക്ഷേ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് തന്നെ പഠിക്കുക എന്നത് സാധ്യമാണോ? നമ്മുടെ അടുത്ത ഐഡിയ ബസിനോട് അത് ചോദിക്കാം. മുംബൈയിൽ നിന്ന് വരുന്ന ചേതന അജയ് ബേഡിയ. ഞങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു സോ മച്ച്. പിന്നെ ടൈറ്റൻസ്, ചേതന മാഡം അവരുടെ പിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ ഐഡിയ സ്റ്റേജിലാണ്. ഓക്കെ, ഞാനെന്നാ പോവാണ്. നിങ്ങളുടെ പിച്ച് തുടങ്ങിക്കോളൂ. താങ്ക് യു സോ മച്ച്. ടൈറ്റൻസ്, ഞാനൊരു ചെറിയ കഥയിലൂടെ തുടങ്ങാം. മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെ കഥയിൽ നിന്ന്. അഭിമന്യു അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തന്നെ ചക്രവ്യൂഹം നിർമ്മിക്കാൻ പഠിച്ചിരുന്നു. പക്ഷേ അഭിമന്യുവിന്റെ കഥ പകുതിയിൽ വെച്ച് നിന്നുപോയി. കാരണം അദ്ദേഹം ചക്രവ്യൂഹത്തിനകത്തേക്ക് പോയി, പക്ഷേ പുറത്തേക്ക് വരാൻ പറ്റിയില്ല. ജീവിതവും അത്തരത്തിലുള്ള ഒരു ചക്രവ്യൂഹമാണ്, ഒരു സർക്കിൾ. ഇതിനെ വോംബ് മുതൽ വിസ്ഡം വരെയുള്ള ഒരു സർക്കിൾ ആണെന്ന് പറയാറുണ്ട്. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമാകുന്നത് വരെ ഈ ചക്രവ്യൂഹം, അതായത് ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയുന്നുണ്ടോ എന്നതാണ്. വീടാണ് ആദ്യത്തെ പള്ളിക്കൂടം, അമ്മയുടെ ഗർഭപാത്രമാണ് ആദ്യത്തെ സർവകലാശാല എന്ന് പലരും പറയാറുണ്ട്. അതുപോലെ കുടുംബം ടീച്ചേഴ്സ് ആണ്. പക്ഷെ ഈ അധ്യാപകർ ട്രെയിനിങ് എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സിലബസ് പൂർണ്ണമായില്ലെങ്കിൽ ഈ സർക്കിൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ആകുക? ഇപ്പോൾ കൺസെപ്ഷൻ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രഗ്നൻസി കൺഫ്യൂസ്ഡ് ആൻഡ് അൺഗൈഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ബിഹേവിയർ പ്രോബ്ലം ഉണ്ട് ആൻഡ് ഡെവലപ്മെന്റ് ഡിലേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ ന്യൂക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം നോളജ് അവൈലബിൾ അല്ല എന്നുള്ളതല്ല. നോളജ് ഇവിടെ എല്ലായിടത്തും ഇന്റർനെറ്റിലും കുമിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഈ നോളജ് ഒരു സിമ്പിളായ പ്രാക്ടിക്കലായ വിധത്തിൽ അപ്ലൈ ചെയ്യാനുള്ള യാതൊരു സിസ്റ്റവുമില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് G3 ഘർ ഘർ ഗുരുകുൽ. G3 ഘർ ഘർ ഗുരുകുൽ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയ ഇക്കോസിസ്റ്റമാണ്. ഇതിന്റെ ബേസിക് വേദിക് വിസ്ഡം, എപ്പിജെനറ്റിക് ആൻഡ് ന്യൂറോ സയൻസ് ആണ്. ഓരോ ലെവലിനും ഇതിലൊരു പ്ലേ ബേസ്ഡ് ടൂൾ കിറ്റ് ഉണ്ട്. ഇത് ഏത് കഥയും അഭിമന്യുവിന്റെ കഥ പോലെ അപൂർണമായിരിക്കില്ല എന്നുള്ളതും, ഓരോ വീടും ഒരു നല്ല ഗുരുകുലമായിരിക്കുമെന്നുള്ളതും, അതുപോലെ പൂർണ്ണമായിരിക്കുമെന്നുള്ളതും ഉറപ്പു നൽകുന്നു. ചേതന മാഡം, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത്? ഘർ ഘർ ഗുരുകുൽ എന്ന ഈ ഐഡിയ 5 വർഷം മുൻപ് തോന്നിയതാണ്. സോ നിങ്ങൾ അന്നേ ഇതിന്റെ വർക്ക് തുടങ്ങിയോ? ഇന്നിവിടെ എത്താൻ നിങ്ങൾ 5 വർഷം എടുത്തോ? 25 വർഷം മുൻപ് തുടങ്ങിയതാണ്. പക്ഷേ 5 വർഷത്തിന് മുൻപാണ് ഇതിനൊരു പേര് വെച്ചത്. 25 വർഷമായിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. I am a mother and an educator turned edupreneur. Since 25 years, I am just trying to make learning interesting and teaching easily. നിങ്ങളുടെ പ്രോഡക്ട്സ് ഒന്നും ഞാൻ കണ്ടോട്ടെ? തീർച്ചയായും ഞാൻ പ്ലീസ് വരൂ. ഞാൻ നിങ്ങളോട് 2 ബോക്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ബോക്സ് ഇസ് ദ ബിഗിനിങ്, കാരണം തുടക്കം ഗംഭീരമായിരിക്കണം. കൂടാതെ ഇവിടെ ഇരിക്കുന്നത് ഇത് സീനിയേഴ്സിനുള്ളതാണ്, കാരണം ഒടുക്കം നല്ലതാണെങ്കിൽ എല്ലാം നന്നായി തീരും. ശരി, ആദ്യം നമുക്ക് ഇത് നോക്കാം. പ്രഗ്നൻസി. ഇതിലുള്ളത് ന്യൂറോ സയൻസ്, എപ്പിജെനറ്റിക്സ്, അതായത് whenever the child is in the womb, അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ഓരോ നിമിഷവും 2,50,000 ന്യൂറോൺസ് ഡെവലപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അമ്മമാർക്കുള്ള ആക്ടിവിറ്റീസ് ആണോ? കപ്പിൾസിനുള്ളതാണ്, പേരൻസിനുള്ളതാണ്, ഫാമിലീസിനുള്ളതാണ്. ഞാനിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇന്നത്തെ ജനറേഷനിലുള്ളവരോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓക്കെ, അവർക്കത് ഈസി ആയിരിക്കുമോ? ഇല്ല അല്ലേ? അത് തന്നെ കളികളിലൂടെ ചെയ്യാൻ പറഞ്ഞാലോ? കൊള്ളാം. അതൊന്ന് ചെയ്ത് കാണിക്കൂ. അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ബ്ലോ ചെയ്തിട്ട് വായുവിൽ ആ ബോൾ ഒരു 3 എണ്ണുന്നത് വരെ നിർത്താൻ നോക്കൂ, അല്ലെങ്കിൽ 5 വരെ. ശരി, ബ്ലോ ചെയ്യൂ മുകളിലേക്ക്. ഇപ്പോ അതേപടി പിടിച്ചു നിർത്തണം. 3 counts, 5 counts. Come on, do it. Nice. 1 2 3. നോ പ്രോബ്ലം. ഇതൊരു സയൻസ് ആണ്.
നിങ്ങളത് ബ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. മെഡിറ്റേഷന്റെ അർത്ഥം എന്താണ്? ടു ബി ഇൻ ദ പ്രസന്റ് മോമെന്റ്. ഇപ്പൊ വീണ്ടും ട്രൈ ചെയ്യൂ. ഇപ്പൊ താങ്കള് ഒന്നും ചിന്തിക്കുകയാണെന്ന് പറയരുത്. ട്രൈ ചെയ്ത് ഓക്കെ തന്നെ. അദ്ദേഹം ശരിക്കും ട്രൈ ചെയ്തു, പക്ഷെ ഇത് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതാണ് കാര്യം. അപ്പോൾ നല്ല ചോദ്യങ്ങൾ വരും. നിങ്ങളുടെ അടുത്ത് വേറെ വല്ല പ്രോഡക്ട്സ് ഉണ്ടോ? ഗ്രാൻഡ് പാരന്റ്സിനെയും ഗ്രാൻഡ് ചിൽഡ്രൻസിനെയും ഒന്നിച്ചു കൊണ്ടുവരാൻ? ഗ്രാൻഡ് പേരൻസ്, ഫാമിലി, പേരൻസ് ആൻഡ് കുഞ്ഞുങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. പക്ഷേ എന്ത് ചോദ്യമാണ് ചോദിക്കുക? സോ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിരിക്കുന്നത്. ടേക്ക് എനിവൺ ആൻഡ് സീ. സന്ദേശ് സാർ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര നിങ്ങളുടെ കണ്ണുകൾ ചിമ്മുക. താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ്. ഇതെല്ലാം കാണിച്ചു തന്നതിന് താങ്ക് യു. പ്ലീസ്. ഞാൻ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യാൻ Thank ആഗ്രഹിക്കുന്നു. you. ഘർ ഘർ ഗുരുകുൽ ഒരു നല്ല ബ്രാൻഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല കാച്ചി ലൈനാണ്, മീനിങ് ഫുള്ളും ആണ്. നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന ഈ വിധത്തിലുള്ള ബ്രാൻഡിങ്ങും വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഈ പ്രോഡക്റ്റിൽ ടോയ്സ് ഒഴിച്ച്, നിങ്ങളിവിടെ കാണിച്ച ഈ ഗെയിംസ് ഒഴിച്ച്, ഇതിലുള്ള കണ്ടന്റ്, ഈ ഡിജിറ്റലൈസേഷൻ കാലത്ത് ബോർഡ് ഗെയിംസ് ഇപ്പോഴും ഉണ്ട്, എന്നിരുന്നാലും ബാക്കിയുള്ള കണ്ടന്റ് എല്ലാം ഡിജിറ്റൽ ആക്കാം. അതെ, നിങ്ങളിത് എങ്ങനെയാണ് ബിസിനസ് മോഡലായി കൺവേർട്ട് ചെയ്യാൻ Yes. പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. നമ്മൾ ഈ ബോക്സ് തുറന്ന ഉടനെ അതിൽ ഒരു സ്കാൻ കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആകണം. ഓരോ ദിവസവും അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അത് ഡിജിറ്റൽ മീഡിയയിലൂടെ അവർക്ക് എത്തിച്ചേരും. അതുപോലെ അവർക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ ഒരു വെബിനാർ ഉണ്ടാകും. ഗെമിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അവർ കണക്റ്റഡ് ആയിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഡിജിറ്റലൈസേഷൻ കരിക്കുലമാണ്. അത് ഞങ്ങൾ ഓൾറെഡി പ്രോസസ് ചെയ്യുകയാണ്. അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് ഓഫ്ലൈൻ എക്സ്പീരിയൻസ് സെന്റർ. ഓരോ സ്ഥലത്തും ബിഗിൻ വിത്ത് സീറോയുടെ സെന്റർ ഉണ്ടാവും. അവിടെ ഇതേപോലെ ഓരോ ഫേസ് ആയിട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ, ആരംഭിക്കുമ്പോൾ അവിടെ അവർക്ക് ആ ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ കിറ്റ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു തവണ കൂടി കാണിക്കാം. നിങ്ങൾ ഈ 3 യൂസ് കേസുകളിലേക്കും എന്തുകൊണ്ടാണ് പോകുന്നത്? കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2, 3, 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയ മാർക്കറ്റ് ഉണ്ട്. പ്രഗ്നന്റ് വുമൻസിനും ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. സീനിയേഴ്സിനും ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് 3 മാർക്കറ്റുകളെയും നോക്കുന്നത്? ഓരോ വീട്ടിലും മുത്തശ്ശി ഉണ്ടായിരിക്കും, കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, പ്രഗ്നന്റ് മദർ അവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു കാര്യം പോവുകയാണെങ്കിൽ മറ്റുള്ളതൊക്കെ തന്നെത്താൻ അവിടെ എത്തിക്കോളും. ഇതിൽ നിങ്ങൾ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ, തീർച്ചയായും. അല്ലെങ്കിൽ ആരെങ്കിലും മെന്റർ ചെയ്യുന്നുണ്ടോ? മിസ്റ്റർ രാമമൂർത്തി ഗരുഡ ഉണ്ട്. അദ്ദേഹം ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഫൗണ്ടേഷനിലാണുള്ളത്, ബാംഗ്ലൂരിലാണ്. പ്ലീസ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിളിക്കൂ. ഞങ്ങളുടെ ഈ വേദിയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സോ രാമമൂർത്തി സാർ, നിങ്ങൾ എങ്ങനെയാണ് ഇവരുമായിട്ട് കൈകോർത്തത്? ജിയോസ് കൺവെൻഷൻ സെന്ററിൽ മാഡം ഒരു സ്റ്റാൾ ഇട്ടിരുന്നു. ഞാൻ അവിടെ ആ സ്റ്റാളിനകത്ത് പോയി. ടോയ്സ് ധാരാളം ഉണ്ടായിരുന്നു. ടോയ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. കുട്ടികൾക്ക് എന്താണ് ഇഷ്ടപ്പെടുക എന്ന് എനിക്കറിയാം. സോ ഞാൻ ചില കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അന്ന് മാഡത്തിന്റെ സ്റ്റാൾ ഞാൻ അവിടെ കണ്ടപ്പോൾ അവർ കുട്ടികളുടെ, അതായത് പ്രഗ്നൻസി സ്റ്റേജ് തൊട്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് വരെ, എന്തിന് വീട്ടിലെ മുതിർന്നവർക്ക് പോലും അവിടെ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അതെന്നെ ശരിക്കും ആകർഷിച്ചു എന്ന് പറയാം. അതായത് ഇങ്ങനെയുള്ള നല്ല പ്രോഡക്റ്റുകൾ തീർച്ചയായും എനിക്ക് വിൽക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അത് എല്ലാവർക്കും ഗുണമാണ്. ഇതുവരെയുള്ള സെയിൽസ് എങ്ങനെയാണ്? യെസ്, ഞാനൊരു 100 കിറ്റ്സ് വെച്ച് ഒരു പൈലറ്റ് റൺ നടത്തി. ആ കിറ്റുകളെല്ലാം നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു. ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത എല്ലാവരും ഇത് ഞങ്ങളുടെ പീരീഡിൽ ഈ ഇല്ലായിരുന്നല്ലോ എന്ന് കിറ്റിന്റെ പറഞ്ഞു. പ്രൈസ് എത്രയാ? ഒരു കിറ്റിന്റെ പ്രൈസ് 3500. ദൈവമേ. സോ ചേതന മാഡം, ഞങ്ങളുടെ ടൈറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൂടി പറയൂ. 75 lakhs at convertible note. നമുക്ക് പബ്ലിക് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. ഓ വൗ. 48% ആളുകളും ചിന്തിക്കുന്നു ഇതിന്റെ ആവശ്യമുണ്ട് എന്ന്. പിന്നെ 52% ആളുകൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഈ ഓഡിയൻസ് ഇതിന്റെ എക്സാക്ട് അതെ, ഏജിലുള്ളവരല്ല. ഇതിലല്ല. ഇപ്പോ ഇവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇതിനെപ്പറ്റി പറയാനൊരു മനസ്സിലാവില്ല. അല്ലേ? കുറച്ചധികം വളർന്നു. സന്ദേശ് സാർ, താങ്കൾ പറയൂ, താങ്കൾ കൈകോർക്കാൻ തയ്യാറാണോ? ഇന്ന് എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ പറ്റില്ല. കാരണം എന്റെ അഭിപ്രായത്തിൽ ദിസ് ഇസ് ടു ഏർലി ഫോർ മീ ടു ഇൻവെസ്റ്റ്.
ഇന്ന് എനിക്കും കൈതരാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം എന്നാണ്. പിന്നെ ഈ ബിസിനസ് എത്ര ഉയരത്തിൽ നിങ്ങൾക്ക് എത്തിക്കാനാകും എന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. ജിമ്മി, താങ്കൾ? ഇത് എൻ്റെ സോണല്ല, അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് കഴിയില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ പ്രേ ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് സക്സസ്ഫുൾ ആവട്ടെ, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടട്ടെ. താങ്ക് That യു. means a lot. താങ്ക് യു, ജിമ്മി. Thank you. ഷൈലി, പറയൂ. ഞാൻ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യും, നിങ്ങളുടെ ജേണിയെ ഞാൻ കാണും. പക്ഷേ ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. താങ്ക് യു. thank താങ്ക് you, യു. madam. അർജുൻ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് ബിക്കോസ് പലതരം പ്രൊഡക്റ്റുകൾ ഉള്ളതുകൊണ്ട് ഇത്രയും പ്രൊഡക്ട്സിലും ഇത്രയും മാർക്കറ്റിലും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് പറ്റില്ല. പക്ഷേ സീനിയർ സിറ്റിസൺ മാർക്കറ്റിൽ വലിയ സ്കോപ്പ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ജയിക്കാൻ പറ്റും. Thank you so much. താങ്ക് യു. താങ്ക് യു, ടൈറ്റൻസ്. Thank you. താങ്ക് യു വെരി Thank മച്ച് you ഫോർ so ബീങ് much. ഹിയർ. Thank you. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ പാസ്, സ്റ്റാർട്ടപ്പ് ബാങ്കിംഗ് പാർട്ണർ IDFC ഫസ്റ്റ് ബാങ്ക്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ZTV-യിലും Z5-ലും മാത്രം.